കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 1.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഔഷധവനവും ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്ന 140 വർഷത്തിലേറെ പഴക്കമേറിയ വീടും ഈ വൃക്ഷങ്ങൾക്കെല്ലാം കാവലായും അവയ്ക്ക് സംരക്ഷണവും നൽകി പുരുഷോത്തമ കമ്മത്ത് എന്ന ഒരു വലിയ മനുഷ്യൻ. പടുകൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കെട്ടിപ്പടുത്താൻ മോഹവില പറഞ്ഞിട്ടും വിട്ടുകൊടുക്കാതെ തൻ്റെ ആഗ്രഹമായ ഔഷധവനം സൃഷ്ടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്നതും കണ്ടിട്ടും കേട്ടിട്ടും പോലുമില്ലാത്ത ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഈ വനത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ശുദ്ധമായ വായുവും മലിനമാകാത്ത വെള്ളവും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആലുങ്കൽ ഫാംസിൻ്റെ ഈ പടിവാതിൽ തുറന്ന് അകത്തേക്ക് കടന്നാൽ ശുദ്ധമായ വായു ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. നാടിൻ്റെ നന്മയ്ക്ക് തൻ്റെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ച ആ പ്രകൃതി സ്നേഹിയെ പരിചയപ്പെടാം. ഞാൻ പുരുഷോത്തമ കമ്മത്ത്, കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാൻ ഒരു കൃഷി കുടുംബത്തിൽ ജനിച്ചാണ്. കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനനം. അച്ഛൻ കൃഷിക്കാരനായിരുന്നു. പിന്നെ ഇവിടെ സ്ഥലങ്ങളെല്ലാം ഒരു വെള്ളം കയറി കൃഷിക്ക് അനുയോജ്യമല്ലാതായി തീരുകയും എല്ലാവരും അതിൽ നിന്ന് ഞാനുൾപ്പെടെ എല്ലാവരും മാറുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന ആ കൃഷി എന്നുള്ള ഇത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ 1-1.5-2 ഏക്കറുള്ള സ്ഥലത്തിലേക്ക് എൻ്റെ കൃഷി ഞാൻ അതിലേക്ക് കൃഷിയിലേക്ക് തന്നെ മടങ്ങി വരികയും കൂടുതലും ഇന്ന് ഇപ്പോൾ ഒരു പേപ്പർ മാധ്യമങ്ങളിലൊക്കെ നമുക്കറിയാം, ഇന്ന സസ്യം വംശനാശം സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയും സ്ഥലം എനിക്കുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും അതിനെ സംരക്ഷിച്ചുകൂടാ എന്നുള്ള ഇതിലേക്കാണ് ഞാൻ ആദ്യം ഇതിലേക്ക് മെഡിസിനൽ പ്ലാന്റിലേക്ക് വരാൻ കാരണം. ഇത് നാഗലിംഗ മരം, അതിൽ ഇംഗ്ലീഷിൽ കാനൻ ബോൾ ട്രീ എന്ന് പറയും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇത് 18 മുതൽ 20 കിലോമീറ്റർ വരെ അന്തരീക്ഷം സ്ഥിരീകരിക്കും. അതുകൂടാതെ ഇത് ഏറ്റവും കൂടുതൽ ജൈവാംശം ഭൂമിയിലേക്ക് തരിക. അതായത് ഒരു വർഷത്തിൽ 2-3 മാസം കൂടുമ്പോൾ, ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം ഇല പൊഴിയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജൈവാംശം തരിക, കൂടുതൽ അന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ മരുന്നിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേരിന്മേൽ തൊലി മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഉപയോഗങ്ങൾ സർപ്പാരാധന, ശിവ ആരാധന, ഇതിനെല്ലാം ഉപയോഗിക്കാറുണ്ട്. പിന്നെ നാഗലിംഗ മരം എന്നുള്ള മലയാളത്തിൽ പേര് കിട്ടാൻ കാരണം ഇതിൻ്റെ ഇത് ശരിക്കും നാഗം, സർപ്പത്തിൻ്റെ ഇതുമാതിരി ഇരിക്കും നാഗം, അതിൻ്റെ അടിയിൽ ശിവലിംഗം. പിന്നെ ഇത് ഏറ്റവും ഉയരം കൂടിയ മരം ആയതുകൊണ്ട് ഇതിൽ മറ്റേ കാക്കയരണ്ട, വെള്ളിമുങ്ങ ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ വന്ന് ഇതിൽ വന്നിരിക്കാറുണ്ട്. 72 മുതൽ 84 വരെ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തു. 84 ഞാൻ ബാങ്കിലെ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം കൃഷിയിലേക്ക് തന്നെ വന്നു. അന്ന് ഒത്തിരി പേര് ഞാൻ കാണിക്കുന്ന വളരെ തെറ്റായ ഇതിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഭ്രാന്താണെന്നെല്ലാം വിളി കേട്ടിട്ട് ഞാൻ എന്നാലും ഇതിൽ ഉറച്ചു നിന്നു. പലപ്പോഴും ഞാൻ തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്ന പാത തെറ്റാണോ എന്നുള്ള തെറ്റിലേക്കാണോ എന്നുള്ളത്. ഒരു ബാങ്ക് ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ മറ്റേ മരങ്ങൾ നടുന്ന പച്ചയ്ക്ക് പറയുന്ന ഭ്രാന്തൻ മണിയിലേക്ക് ഞാൻ മടങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ 100% സന്തോഷവാനാണ്. ഇത് അശോകമരം, അശോകത്തിൻ്റെ ഫ്ലവറാണിത്. അശോകം മരത്തെപ്പറ്റി പറയാൻ സ്ത്രീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് എടുക്കുന്ന ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കാറുണ്ട്. അശോകാരിഷ്ടം, അശോകകൃതം, ഇങ്ങനെ സ്ത്രീ സംബന്ധമായ മിക്ക മരുന്നുകളിലും ഒരു ചെരുവയാണ്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സീതാദേവിയെ ഇവിടുന്ന് രാവണൻ കട്ടുകൊണ്ടുപോയിട്ട് അശോകവനത്തിലാണ് താമസിപ്പിക്കുന്നത്. അതായത് അശോകവനിയിൽ ശിംശിബ വൃക്ഷത്തിൻ്റെ അടിയിലാണ് സീതാദേവി ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ശിംശിബ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഓക്സിജൻ കൂടുതൽ പുറത്തേക്ക്, ഫൈക്കസ് അല്ലെങ്കിൽ ഓക്സിജൻ കൂടുതലും പുറത്തോട്ട് തള്ളുന്നൊരു വൃക്ഷമാണ്. പിന്നെ ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു മരം കൂടി ഉണ്ട്, ഇത് രണ്ടും മാറിപ്പോകാറുണ്ട്. ബ്രൗണിയ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഈ മിക്കവാറും ഇലയുടെ സ്വഭാവം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്വഭാവങ്ങളും പിന്നെ ബാക്കിയുള്ളത് നോക്കുമ്പോൾ പെട്ടെന്ന് പലർക്കും ബ്രൗണിയയും ശിംശിബയായിട്ട് മാറിപ്പോകാറുണ്ട്.
ഇത് ബ്രൗണിയ. ഇത് ഇതിന്റെ തളിരലയാണ് കണ്ടോ. ഇതിപ്പോ ഏകദേശം ഷിംഷിബയും ബ്രൗണിയും അശോകമായിട്ട് ഈ ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ ഇല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഷിംഷിബയെ പറ്റി പറയുന്നത് 7 കളറായിട്ട് അവസാനമാണ് പച്ചയിലേക്ക് വരുന്നത്. ഇത് ബ്രൗണിയതും ഒരു തണൽ മരമായിട്ടും അത് വൻമരം എന്നല്ല, ഇതും കൂടുതൽ ഓക്സിജൻ പുറത്തോട്ട് തള്ളുന്നതാണ്. കൂടാതെ നല്ലൊരു തണൽ വൃക്ഷം കൂടിയാണ്. ഇതാണ് ഷിംഷിബ വൃക്ഷം. നമ്മുടെ സീതാദേവി ഇതിന്റെ ചുവട്ടിലാണ് ഇരുന്നത്. ഇതിന്റെ സവിശേഷത ഡയബറ്റിക്കിന് ഇത് എടുക്കാറുണ്ട്. കൂടാതെ ഫൈക്കസ് അല്ലെങ്കിലും ഫൈക്കസിന്റെ എല്ലാ ഗുണങ്ങളും, അതായത് കൂടുതൽ ഓക്സിജൻ പുറത്തോട്ട് തള്ളുക എന്നുള്ള സവിശേഷത. പിന്നെ ഇതിന്റെ മരത്തെ പറ്റി പറഞ്ഞ ഒരു ഇടത്തരം മരമാണ്, വൻ വൃക്ഷമൊന്നുമല്ല. എപ്പോഴും നല്ല ഒരു എന്താ പറയാ, നല്ലൊരു കുളിർമ ഇതിന്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു കുളിർമ കിട്ടും. പിന്നെ ഇതിന്റെ ശരിക്കും സീഡ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ശരിക്കും എയർ ലെയറിംഗ് ആണ് ഇത് ചെയ്യുന്നത്. അത് വളരെ പിടിച്ചു കിട്ടാൻ ഒരു 10-100 എണ്ണമൊക്കെ ചെയ്യുമ്പോൾ 8 10 ഒക്കെയാണ് പിടിച്ചു കിട്ടുന്നത്. അത്ര പ്രയാസമുള്ള മരമാണ്. ഇന്ന് ഏകദേശം 3000-ൽ പരം ഔഷധ സസ്യങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട്. കൂടാതെ ഒത്തിരി കുട്ടികൾ ഇവിടെ പ്രൊജക്റ്റിന്, അതായത് PhD എടുക്കാൻ വരെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ചെന്നാൽ തന്നെ അവരിങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൂടാതെ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഫാം സ്കൂളായിട്ട്, ബയോഡൈവേഴ്സിറ്റി ഫാം സ്കൂളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ ഇതിൻ്റെ ഇവിടുത്തെ ചൂട് നോക്കിയപ്പോൾ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് കുറവായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ ആത്മയുടെ ക്ലാസ്സുകൾ, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള അവരുടെ ക്ലാസ്സുകൾ, പിന്നെ പല ക്ലബ്ബുകാരുടെ കൂട്ടായ്മകളൊക്കെ ഇവിടെ നടത്താറുണ്ട്. കാര്യം ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം പലരിലും ഇതൊരു അവബോധം സൃഷ്ടിക്കുക, മരങ്ങളെ പറ്റി കൂടുതൽ അറിയുക. ഇന്നും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, വലിയ വായിൽ എല്ലാവരും വർത്തമാനം പറയുന്നത് ഇന്നും ഒരു ഇല പോലും വീഴാൻ പാടില്ല. ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ 2 ഏക്കറിൻ്റെ ഇടയ്ക്ക് ഇത്രയും വീടുകൾ, ചുറ്റും വീടുകളാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മരം വരെ മുറിക്കേണ്ട ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സുകൾ വെക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തി, അല്ലെ അവരെ പങ്കെടുപ്പിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒത്തിരി ഗുണങ്ങളും കിട്ടാറുണ്ട്.